ഒരാൾ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം കഴിയാൻ പരമാവധി ശ്രമിക്കുന്നു, പക്ഷേ അയാൾക്ക് നിരവധി തടസ്സങ്ങൾ നേരിടുന്നു. അതിനു പുറമെ ഒരു ശല്യക്കാരൻ അയാളുടെ യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നു. ഹലോ, 1987-ലെ ഒരു കോമഡി ചിത്രമായ പ്ലെയിൻസ്, ട്രെയിൻസ് ആൻഡ് ഓട്ടോമൊബൈൽസിന്റെ റീക്യാപ്പിലേക്ക് സ്വാഗതം. നീൽ ഒരു മീറ്റിംഗിൽ കുടുങ്ങി. വൈകുന്നേരം 6 മണിക്ക് തന്റെ വിമാനം പിടിക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് അയാൾ ഭയപ്പെടുന്നു. തന്നെപ്പോലുള്ള വിഡ്ഢികൾ തിങ്ങിനിറഞ്ഞ തെരുവിൽ അയാൾ ഒരു ടാക്സിക്കായി കാത്തിരിക്കുന്നു. ചെറുപ്പക്കാരനായ കെവിൻ ബേക്കണും നീലും ഒരേ സമയം ഒരു ടാക്സി കാണുന്നു. ഇപ്പോൾ അവർ അതിലേക്കെത്താനുള്ള ഓട്ടത്തിലാണ്. കെവിൻ ബേക്കൺ കുടുങ്ങിയപ്പോൾ നീൽ വിജയകരമായി ടാക്സിയിലേക്ക് ഓടി. പക്ഷെ അയാൾ റോഡിൽ ഇടിച്ചു വീഴുന്നു. അയാൾ ഒരു കാറിനടിയിൽ പെടാൻ പോകുകയായിരുന്നു. കെവിൻ ബേക്കൺ ടാക്സി എടുക്കുന്നു. പോകുന്നതിന് മുമ്പ് അയാൾ നീലിനെ സല്യൂട്ട് ചെയ്യുന്നു. റോഡിൽ താൻ വീണതിന് കാരണം ഈ വലിയ ലഗേജാണെന്ന് നീൽ കണ്ടെത്തുന്നു. ഒരു ടാക്സിയിൽ കയറുന്ന ഒരാളെ അയാൾ കണ്ടെത്തുന്നു. അയാൾ ആ വ്യക്തിയോട് യാചിക്കുകയും വിലപേശുകയും ചെയ്യുന്നു. ടാക്സി ഡ്രൈവർ നിരാശനാകുന്നു. അതേസമയം മറ്റൊരാൾ ഡിക്കിയിൽ തട്ടി ഡ്രൈവറുടെ സഹായത്തോടെ തന്റെ ലഗേജ് അതിനുള്ളിൽ വെക്കുന്നു. നീൽ ഒടുവിൽ ആ വ്യക്തിക്ക് $75 നൽകുന്നു. പക്ഷേ ടാക്സി നീലിനെ കൂടാതെ പോകുന്നു. അവനൊരു പ്രാന്തനെ പോലെ ടാക്സിയുടെ പിന്നിൽ ഓടുകയും ഒടുവിൽ അത് പിടിക്കുകയും ചെയ്യുന്നു. അവൻ ടാക്സിക്കുള്ളിലെ ആളെ ഭയപ്പെടുത്തുന്നു. നീൽ ഡെല്ലിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു. പകരം അവർ പോകുമ്പോൾ നീലിന്റെ സൂട്ട്കേസ് റോഡിൽ ചതഞ്ഞരയുന്നു. നീൽ ഒരു ബസ്സിൽ വിമാനത്താവളത്തിലേക്ക് വരുന്നു. സമയം 6 മണിയാകാൻ 2 മിനിറ്റ്. അവൻ ഓടുന്നു. പക്ഷേ തന്റെ വിമാനം വൈകിയതായി അയാൾ മനസ്സിലാക്കുന്നു. നീൽ തന്റെ കുടുംബത്തെ വിളിച്ച് താൻ വൈകുമെന്ന് പറയുന്നു. തന്റെ ടാക്സി മോഷ്ടിച്ച ഡെല്ലിനെ നീൽ കണ്ടുമുട്ടുന്നു. ഡെല്ലിന്റെ അടുത്ത് ഇരിക്കേണ്ടി വരുമെന്നറിയുമ്പോൾ നീൽ അസ്വസ്ഥനാകുന്നു. ഡെൽ തന്റെ സോക്സ് അഴിച്ചുമാറ്റുന്നതിൽ ലജ്ജിക്കുന്നില്ല. അയാൾക്ക് ചുറ്റും ദുർഗന്ധം പരത്തുന്നു. അവരുടെ വിമാനം ഓഹെയറിൽ ഇറങ്ങുന്നു. മഞ്ഞുവീഴ്ച കാരണം മറ്റെല്ലാ വിമാനങ്ങളും റദ്ദാക്കപ്പെടുന്നു. ഡെൽ ഒരു മോട്ടൽ റൂം ഒരുമിച്ചെടുക്കാൻ നിർദ്ദേശിക്കുന്നു. നീൽ മടിക്കുന്നു. പക്ഷേ തറയിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവൻ സമ്മതിക്കുന്നു. ഡെല്ലിന്റെ ലഗേജാണ് നീലിനെ നേരത്തെ റോഡിൽ വീഴ്ത്തിയത് എന്ന് നീൽ കണ്ടെത്തുന്നു. അവർ ഹോട്ടലിലെത്തി. അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് മുറിയുടെ ചിലവ് വഹിക്കും. മോട്ടലുടമ അബദ്ധവശാൽ ഡെല്ലിന്റെ കാർഡ് നീലിന് നൽകുന്നു. നീലൊരു കോമാളിയെപ്പോലെ അതെടുക്കുന്നു. മുറി കാണുന്ന നീൽ കിടയ്ക്ക് പങ്കിടേണ്ടി വരുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നു. ഡെൽ എല്ലാ ടവലുകളും ഉപയോഗിച്ചതിനാൽ നീലിന് ഒരു ടവൽ കണ്ടെത്താനായില്ല. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഡെല്ലൊരു ആടിനെപ്പോലെ മൂക്കുപയോഗിച്ച് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. നീലിനെ ഇനി ഡെല്ലുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല. ഡെല്ലിനെ താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശല്യക്കാരനും പരിഗണനയില്ലാത്തവനുമായ വ്യക്തിയെന്ന് വിളിച്ച് അയാൾ ശപിക്കുന്നു. നീൽ എന്ത് ചിന്തിക്കുന്നു എന്ന് തനിക്ക് പ്രശ്നമില്ലെന്ന് ഡെൽ ദേഷ്യത്തോടെ പറയുന്നു. സ്വന്തം ഭാര്യ തന്നെ സ്നേഹിക്കുന്നു, അത് മതി. നീൽ പറഞ്ഞതെല്ലാം ഖേദിക്കുന്നു. അവർ ഉറങ്ങുമ്പോൾ വൃത്തികെട്ട പുഞ്ചിരിയോടെയുള്ള ഈ വിഡ്ഢി അവരുടെ പണം മുഴുവൻ മോഷ്ടിക്കുന്നു. ഡെൽ നീലുമായി ആലിംഗനം ചെയ്യുന്നു. ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവനെ ചുംബിക്കുന്നു. രണ്ടുപേരും അവരുടെ സ്വവർഗാനുരാഗ പ്രവണതകളെ അടിച്ചമർത്തുന്നു. നീൽ മുഖം കഴുകാൻ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിലായിരുന്നു ഡെല്ലിന്റെ സോക്സ്. വെറുപ്പോടെ അയാൾ മറ്റൊരു തുണി ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുന്നു. അപ്പോൾ മനസ്സിലായി ആ തുണി ഡെല്ലിന്റെ വലിയ അടിവസ്ത്രമാണെന്ന്. പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം നീൽ പണം നൽകാൻ ശ്രമിക്കുമ്പോൾ തന്റെ പണമെല്ലാം തീർന്നുപോയതായി അയാൾ കണ്ടെത്തുന്നു. ഡെൽ മോഷ്ടിച്ചതായി അയാൾ ഉടൻ ആരോപിക്കുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട ഡെൽ നീലിനോട് തന്റെ വാലറ്റ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. അതും കാലിയായിരുന്നു. മോട്ടൽ ഉടമ ഒരു പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നു. അവർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത് നിശ്ചലരായി. ഈ നായ ദേഷ്യത്തോടെ അവരെ തുറിച്ചുനോക്കുന്നു. നീലും ഡെല്ലും ട്രെയിൻ സ്റ്റേഷനിൽ വിട പറയുന്നു. നീൽ സമാധാനത്തോടെ തന്റെ സീറ്റിലിരിക്കുമ്പോൾ ട്രെയിൻ കേടാകുന്നു. നീൽ ഡെല്ലിനെ പുച്ഛത്തോടെ നോക്കുന്നു. സൂചന മനസ്സിലാക്കിയ ഡെൽ അവനെ ഒറ്റയ്ക്ക് വിടുന്നു. പക്ഷേ നീൽ തിരിച്ചുവന്ന് ഡെല്ലിനൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. നീലും ഡെല്ലും ഒരുമിച്ച് ഒരു ബസ്സിൽ കയറുന്നു. ഡെൽ തന്റെ സെയിൽസ്മാൻ കഴിവുകൊണ്ട് ഭക്ഷണത്തിന് കുറച്ച് പണം സമ്പാദിക്കുന്നു. സ്വന്തം വീട്ടിലേക്കെത്താൻ കാത്തിരിക്കാനാവില്ലെന്ന് നീൽ ഡെല്ലിനോട് പറയുന്നു. ഡെൽ പറയുന്നു വർഷങ്ങളായി താൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. നീൽ മാന്യമായി ഡെല്ലിനോട് പറയുന്നു അവരിനി ഒരിക്കലും പരസ്പരം കാണില്ലെന്ന്. ഡെൽ സമ്മതിക്കുന്നു. നീൽ ഒരു കാർ വാടകയ്ക്കെടുത്ത് പാർക്കിംഗ് സ്ഥലത്ത് തന്റെ കാർ തിരയുന്നു. സ്ഥലത്ത് ഒരു കാറുമില്ല. പാർക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ബസ്സും പോകുന്നു. ഇത് നീലിനെ അക്രമാസക്തനാക്കുകയും അവന്റെ സാധനങ്ങൾ റോഡിലേക്ക് എറിയുകയും ചെയ്യുന്നു. തിരക്കേറിയ ഹൈവേയിലൂടെ അയാൾ നടക്കുന്നു. മഞ്ഞിൽ വഴുതി വീഴുന്നു. വലിയ ട്രക്കിനടിയിൽ വീഴാൻ പോകുകയായിരുന്നു നീൽ. കോപത്തോടെ അയാൾ വാടകക്കാർ സ്ഥലത്തേക്ക് നടക്കുന്നു. റിസപ്ഷനിസ്റ്റിന്റെ നേരെ അയാൾ തന്റെ കോപം പ്രകടിപ്പിക്കുന്നു. റിസപ്ഷനിസ്റ്റ് അയാളോട് പോകാൻ ആവശ്യപ്പെടുന്നു. നീൽ ഒരു ടാക്സി വാടകയ്ക്കെടുക്കാൻ പുറത്തേക്ക് നടക്കുന്നു. തുടർന്ന് അവിടെയുള്ള ആളെ പ്രകോപിപ്പിക്കുന്നു. നീലിന്റെ മുഖത്ത് ഒരടി കിട്ടുന്നു. വീഴുന്നു. വീണ്ടും അയാൾ കൊല്ലപ്പെടാൻ പോകുന്നു.
ഡെൽ നീലിനെ ആശങ്കയോടെ നോക്കുന്നു. ഡെല്ലും നീലും ഒരുമിച്ച് ചിക്കാഗോയിലേക്ക് വണ്ടി ഓടിക്കാൻ തീരുമാനിക്കുന്നു. അവർ മാറി മാറി വണ്ടി ഓടിക്കാൻ സമ്മതിക്കുന്നു. നീൽ ഉറങ്ങുന്നതിനു മുമ്പ് സുരക്ഷയ്ക്കായി അയാൾ തന്റെ പേഴ്സ് ഗ്ലൗസ് ബോക്സിൽ വയ്ക്കുന്നു. ഡെൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സിഗരറ്റ് വലിച്ച് പുറത്തേക്കെറിയുന്നു. പകരം സിഗരറ്റ് പിൻ സീറ്റിൽ പതിക്കുന്നു. കാർ ചൂടാകാൻ തുടങ്ങുന്നു. ഡെൽ തന്റെ കോട്ട് ഊരിമാറ്റാൻ തുടങ്ങുന്നു. പക്ഷേ അത് സീറ്റിനടിയിൽ കുടുങ്ങി. ഡെൽ അത് നീക്കം ചെയ്യാൻ ചഞ്ചലപ്പെടുന്നു. അതിനിടയിൽ കാർ സ്വയം എക്സിറ്റ് റോഡിലേക്ക് ഓടുന്നു. ഭാഗ്യവശാൽ ഡെൽ സ്റ്റോപ്പ് അടയാളം കാണുകയും ബ്രേക്ക് ശക്തമായി അടിക്കുകയും ചെയ്യുന്നു. കാർ തെന്നി റോഡിൽ കറങ്ങുകയും നീലിനെ ഉണർത്തുകയും ചെയ്യുന്നു. ഡെൽ താൻ വന്ന അതേ വഴിയിലേക്ക് തിരികെ പോകുന്നു. മറുവശത്തുള്ള ഒരു ദമ്പതികൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവർ തെറ്റായ വശത്തുകൂടിയാണ് വാഹനമോടിക്കുന്നത്. മുന്നോട്ടു നോക്കാൻ നീൽ ഡെല്ലിനോട് നിലവിളിക്കുന്നു. ഡെൽ ട്രക്കുകൾ കാണുമ്പോൾ വളരെ വൈകി. അവരുടെ കാർ 2 ട്രക്കുകൾക്കിടയിൽ കുടുങ്ങി. തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന പിശാചാണ് ഡെൽ എന്ന് നീൽ ഭ്രമിപ്പിക്കുന്നു. ഭാഗ്യവശാൽ അവർ രക്ഷപ്പെടുന്നു. ഡെൽ ബ്രേക്ക് ഇടുമ്പോൾ അവന്റെ വലിയ ലഗേജ് കാറിന് മുകളിലൂടെ പറന്ന് റോഡിൽ പതിക്കുന്നു. അവർ കാർ പാർക്ക് ചെയ്ത് റോഡിന്റെ മധ്യത്തിൽ നിന്ന് ലഗേജ് എടുത്ത് ഒരു നിമിഷം അതിനു മുകളിലിരിക്കുന്നു. അതിനിടയിൽ കാർ തീപിടിക്കുന്നു. നീൽ തീയിലേക്ക് നോക്കി ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങുന്നു. ഡെൽ കൂടെ ചേരുന്നു. കാറിനുണ്ടായ കേടുപാടുകൾക്ക് ഡെൽ വലിയ തുക നൽകണമെന്ന് നീൽ ഡെല്ലിനോട് പറയുന്നു. പിന്നെ ഡെൽ നീലിനോട് പറയുന്നു, കാർ വാടകയ്ക്കെടുക്കാൻ താൻ ഉപയോഗിച്ചത് നീലിന്റെ ക്രെഡിറ്റ് കാർഡാണെന്നും നീൽ നോക്കാതിരുന്നപ്പോൾ നീലിന്റെ വാലറ്റിനാൽ തിരികെ വച്ചെന്നും. നീൽ കടുത്ത കോപത്തോടെ ഡെല്ലിനെ കുലുക്കുന്നു. ഇപ്പോഴും കത്തുന്നതായി തോന്നുന്ന ഒരു കാറിൽ അവർ ഒരു മോട്ടലിലെത്തി. നീൽ തന്റെ വാച്ച് മോട്ടലുടമയ്ക്ക് ഒരു മുറിക്കായി നൽകുന്നു. എന്നാൽ ഡെല്ലിന്റെ വാച്ച് ഒന്നിനും കൊള്ളില്ല. കാറിൽ പുറത്തുറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെൽ സ്വയം ശകാരിക്കുന്നു. നീൽ കുറ്റബോധം തോന്നുകയും അവനെ തന്റെ മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും മദ്യപിച്ച് സമയം ആസ്വദിക്കുന്നു. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അവർ ഭാര്യമാരെ അഭിവാദ്യം ചെയ്യുന്നു. രാവിലെ ഡെൽ കാർ മുറിയിലേക്ക് ഇടിച്ചു കയറ്റുന്നു. അങ്ങനെ അവർ കഴിയുന്നത്ര വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വഴിയാത്രക്കാർ പരിഭ്രാന്തരായി അവരെ നോക്കുമ്പോൾ അവർ തകർന്ന കാർ ഓടിക്കുന്നു. അവർ വേഗത പരിധിക്കപ്പുറം വണ്ടി ഓടിച്ചു. ഒരു പോലീസുകാരൻ അവരെ തടഞ്ഞു നിർത്തി യാത്ര ചെയ്യാൻ മറ്റു വഴികൾ കണ്ടെത്താൻ അവരോട് ആവശ്യപ്പെടുന്നു. ഡെൽ ഒരു ട്രക്ക് ഡ്രൈവറെ ചിക്കാഗോയിലേക്ക് കൊണ്ടുപോകാൻ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ അത് ട്രക്കിന്റെ ഫ്രീസറിനുള്ളിലായിരുന്നു. അവർ ട്രെയിൻ സ്റ്റേഷനിൽ വിട പറയുന്നു. അവർ ആസ്വദിച്ച രസകരമായ സമയത്തെക്കുറിച്ച് നീൽ ചിന്തിക്കുന്നു. ഡെൽ മുമ്പ് പറഞ്ഞതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ഡെൽ തന്റെ ഭാര്യ തന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ അവൻ 8 വർഷമായി തന്റെ വീട്ടിൽ പോയിട്ടില്ല. നീൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് മടങ്ങുന്നു. ഡെൽ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് അയാൾ കാണുന്നു. നീൽ അയാളോട് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. ഡെൽ അയാളുടെ ഭാര്യ മരിച്ചിട്ട് 8 വർഷമായെന്നും അതിനുശേഷം അവൻ വീട്ടിലേക്ക് പോയിട്ടില്ലെന്നും പറയുന്നു. നീൽ ഡെല്ലിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നു. നീൽ സന്തോഷത്തോടെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. ഡെൽ സന്തോഷത്തോടെ അവരെ നോക്കുന്നു. കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.